ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് നമ്മൾ ഇന്നലെ വരച്ചു വെച്ചൊരു സപ്പോർട്ടിൻ്റെ അടുത്തായിരുന്നു. സോ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ചെറുതായിട്ടൊരു ഡൗൺ സ്ട്രക്ചർ പോലെ നിഫ്റ്റിയിലൊരു വന്നിരുന്നെങ്കിൽ കൂടി നമ്മൾ ഓർഡർ ഫ്ലോ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വലിയ വലിയ ക്വാണ്ടിറ്റീസ് വരുന്നുണ്ടായിരുന്നു, എന്നാൽ ഒരു ഡൗൺ ഫോള് വരുന്നില്ല. സോ ഒരു സെല്ലേഴ്സ് അക്യുമുലേഷൻ പോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മളൊരു ബുള്ളിഷ് സ്ട്രക്ചർ ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്തു, ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്തു. സോ അങ്ങനെ ഉണ്ടായ സമയത്ത് ഞാനൊരു നിഫ്റ്റി ഫ്യൂച്ചറിലൊരു ബൈ സൈഡ് എൻട്രി എടുക്കുകയാണ് ചെയ്തത്. എൻട്രി എടുത്ത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് അടിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റി. സോ നമുക്ക് ഇനി ആ ട്രേഡിൻ്റെ ഓർഡർ ഫ്ലോ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണ് ട്രേഡ് എടുത്തതെന്ന്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ ഇന്നലെ വരച്ചു വെച്ച സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ആയിരുന്നത് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, അതിനിടയിൽ വരുന്ന ഒരു മെയിൻ ഒരു ഏരിയ. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പണായി ഒന്ന് താഴോട്ട് വന്നു, ചെറിയ രീതിയിലുള്ള ഒരു 2 ബുള്ളിഷ് ക്യാൻഡിൽ പോലെ വന്നു, പിന്നെ ഒന്ന് താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ എൻട്രി ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തത്. അതിനുള്ള കാരണം നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. അത് ഫസ്റ്റ് ഒരു സെല്ലർ വന്നു, ചെറിയ രീതിയിലൊരു ബയ്യർ, പിന്നൊരു സെല്ലർ, പിന്നൊരു ബയ്യർ, പിന്നൊരു സെല്ലർ, പിന്നൊരു ബയ്യർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ബ്രേക്കായി. അതായത് ഒരു സെൽ സൈഡിലേക്കുള്ള സ്ട്രക്ചർ ഇവിടെ നിന്ന് തന്നെ ബ്രേക്കായി. അപ്പം ഈ ഒരു സ്ട്രക്ചർ വൈസ് ഇത് ഇവിടെ നിന്നൊരു ബുള്ളിഷ്നെസ് കാണിച്ചല്ലോ. ഈ ഒരു സമയത്ത് നമുക്ക് ഓർഡർ ഫ്ലോ നോക്കുമ്പോൾ ഇത്രയും സമയം ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ഫസ്റ്റത്തെ ക്യാൻഡിലിൽ ഇതിൻ്റെ അടിയിലാണ് ഒരു ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്, വലിയൊരു ലിമിറ്റ് ബൈ പോലെ. അങ്ങനെ ഈ ക്യാൻഡിലെല്ലാം നോക്കുകയാണെങ്കിലും, എല്ലാ സെല്ലിംഗ് ക്യാൻഡിലും നോക്കുകയാണെങ്കിലും ഇതിൻ്റെ അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അർത്ഥം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു സെല്ലിങ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഈ ക്യാൻഡിലിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഇവിടെ നല്ല അതായത് ബെറ്റർ പ്രൈസ് അവർക്ക് അതാണല്ലോ, മുകളിലുള്ള പ്രൈസാണല്ലോ ബെറ്റർ പ്രൈസ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് അധികം സെല്ലിങ് വരാനുള്ള ക്വാണ്ടിറ്റീസ് അധികം ട്രേഡ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെയൊക്കെ അധികം ട്രേഡ് നടന്നിരിക്കുന്നത് ഈ ഒരു എല്ലാ ക്യാൻഡിലിൻ്റെയും അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇംബാലൻസ് ചാർട്ടിൽ എല്ലാത്തിലും ട്രേഡ് നടന്നിരിക്കുന്നത് ഈ എല്ലാ ക്യാൻഡിലിൻ്റെ അടിഭാഗങ്ങളിലാണ്. അപ്പം നമ്മളെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ആ സ്ട്രക്ചർ മാറി ഒരു ബുള്ളിഷിലേക്ക് വന്നത്. ആ ഒരു ക്യാൻഡിലിൽ നമുക്കൊരു സ്റ്റാക്കിൾ ഓഫ് ഇംബാലൻസ് കാണാം. ഈ ഒരു ക്യാൻഡിൽ സെല്ലർ എന്ന് പറയുന്ന നമുക്ക് കണ്ടില്ലേ, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സെല്ലിംഗ് ക്വാണ്ടിറ്റി ഇല്ല, അതിന് വേണ്ടിയിട്ട് ബൈയിങ് ക്വാണ്ടിറ്റി, അതായത് അഗ്രസീവ് ബൈയിങ്ങിൽ ഇംബാലൻസ് കൂടെ ഉണ്ട്, അടുപ്പിച്ച് 3. അപ്പോൾ ഇത് ഒരു സ്ട്രോങ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ട്രേഡ് എടുത്തത്. ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ആ ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്തത്. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തു ഈ ഒരു ക്യാൻഡിലിന്. എന്നിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഇവിടെ എത്തിയപ്പോഴാണ്, അതായത് നമ്മളൊരു 1:2 ആ ഒരു റിസ്ക് റിവാർഡ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ആ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ എക്സിറ്റ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കാണുമ്പോൾ കണ്ടില്ലേ, അതിലെ ഇവത്തെന്തോ കണക്ഷൻ എറർ വന്നു. ജസ്റ്റ് നെറ്റ് ഇഷ്യൂ ആണ് തോന്നുന്നു. ആ ഒരു ക്യാൻഡിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ആ ഒരു ക്യാൻഡിലിന് നമുക്കതിൽ കാണാം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഈ ഒരു ക്യാൻഡിലിൻ്റെ ടോപ്പിലാണ് അവിടെ ട്രേഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ സമയത്താണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏറ്റവും മേലെ ഒരുപാട് ലിമിറ്റ് സെല്ലേഴ്സിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. സോ ഇവിടുന്ന് ട്രേഡ് എടുത്ത് ഒരു മൊമെൻറ്റം കിട്ടി, ആ സമയത്ത് എക്സിറ്റ് ചെയ്തു. 1:2 മേലെ റിസ്ക് റിവാർഡ് ആയതുകൊണ്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ഇതിൻ്റെ നെറ്റ് പോയതാണ്, അതാണ് ഓർഡർ ഫ്ലോ ലോഡാവാത്ത. എനിവേ, താങ്ക് യു ഗൈസ്, നാളെ കാണാം.